ചെയ്യുന്നത്. ഇതിന് കാരണമായിട്ടുള്ളൊരു വ്യവസ്ഥയെ പറ്റിയാണ്. അതിൻ്റെ വീട്ടിൽ അത് സമൂഹത്തിൻ്റെ ഭാഗമാണ്. വീട്ടിലെ കാര്യങ്ങളും സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗത്ത് ഒരിക്കലും നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ കൺക്ലൂഡ് ചെയ്ത് ജഡ്ജ് ചെയ്യാനേ പറ്റത്തുള്ളൂ. അതെല്ലാം വിധിയെഴുത്താണ്. നമ്മൾ വിധിയെഴുതാനിരിക്കുന്ന അത് മനസ്സിൻ്റെ ഭാഗമാണ്. ഇതിവിടെ ബോധത്തിൻ്റെ തലത്തിലിരുന്ന് യാഥാർത്ഥ്യത്തെ പരിചയപ്പെടുന്നു, സ്പർശിച്ചറിയുന്ന ഭാഗമാണ്. അതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ കൃത്യത വേണം. അവിടെ സാധാരണക്കാരനെന്നോ അസാധാരണക്കാരനെന്നോ അല്ല. ഇവിടെ ബോധപൂർവമുള്ള പ്രവർത്തന മണ്ഡലത്തെ എങ്ങനെ അറിയാൻ പറ്റുന്നു, അങ്ങനെ അറിയുന്നിടത്ത് മാത്രമേ ഇത് തെളിഞ്ഞു വരത്തുള്ളൂ. അല്ലാണ്ട് സാങ്കല്പ്യമായിട്ട് സാമൂഹ്യ പ്രതിബദ്ധതയിൽ ഏതെങ്കിലും പുസ്തകം പഠിച്ച് എനിക്ക് സംശയമാണ്, ഇത് ശരിയാണ് അത് ശരിയല്ല, അങ്ങനെയൊന്നും അല്ല. അത് സാധ്യമേ അല്ല. ഇത് പ്രവർത്തിക്കാൻ കാരണമായിട്ടുള്ള വ്യവസ്ഥ അത് 100% പ്രവർത്തിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതിന് മാറ്റം സെബാസ്റ്റ്യേട്ടാ, ബോധത്തിലേക്ക് വരുമ്പോ അവിടെ അച്ഛനും അമ്മക്കൊന്നും പ്രാധാന്യമില്ല. ബോധത്തിൽ എന്താ അച്ഛനും അമ്മയും? അപ്പൊ അവിടെ ബോധത്തിലേക്ക് വരുമ്പോ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സ്പേസും ഒക്കെ പോകേണ്ടി വരും. അപ്പൊ അവിടെ അച്ഛനമ്മയും പ്രാധാന്യം വരുമ്പോ ഇവിടെ നമ്മൾ രാഹുൽ ഗാന്ധി എടുക്കേണ്ടി വരും. ഇങ്ങനെ ഒരേ എക്സാമ്പിൾ എടുക്കേണ്ടി വരും. ഓരോ സമൂഹത്തിൽ ഓരോ വ്യക്തിയും അവ പ്രൊഡക്റ്റുകൾ ഓരോരുത്തരുടെ സ്വാധീനങ്ങളുണ്ട്. അത് അച്ഛൻ എങ്ങനെ രൂപപ്പെട്ടു, അമ്മ എങ്ങനെ രൂപപ്പെട്ടു, അങ്ങനെ അപ്പൊ സാമൂഹിക വ്യവസ്ഥയായി മാറും ഇത്. മറ്റത് ബോധത്തിലാവുമ്പോ നൈരന്തര്യമായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് വരുന്ന ഒരു സവിശേഷതയെ, ആ സവിശേഷതയെ എങ്ങനെ സ്പർശിക്കാൻ പറ്റുന്നു? ഒരു വ്യക്തി, ഒരു കുട്ടിയായിട്ട് വളർന്നു വരുന്നതിന് കാരണമായിട്ടുള്ള വ്യവസ്ഥ അതവിടെ ഉള്ളതാണ്. അത് നമ്മുടെ ബുദ്ധിയിൽ അനുമാനിച്ച് കൊണ്ടുവരുന്ന ഭാഗമൊന്നുമല്ല. അതവിടെ കൃത്യമായിട്ട് നിലനിൽക്കുന്നതാണ്. അതിന് കാരണമായിട്ടുള്ള ശക്തി അവിടെ ഉള്ളതാണ്. അത് ഒരിക്കലും അതിന് മങ്ങലേൽക്കുന്നില്ല. അതാണ് പരിശുദ്ധിയും വിശുദ്ധിയിലൂടെയും നമ്മൾ അകക്കണ്ണുകളിലൂടെ, അതായത് ആന്തരികമായിട്ടുള്ള വ്യവസ്ഥയുടെ പ്രവർത്തനത്തിൽ അനുഭവമുള്ള വ്യക്തിക്ക് മാത്രമേ ആ തിരിച്ചറിവ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ മാത്രമേ ജീവിതമാകുന്നുള്ളൂ. ഭൗതിക തലത്തിൽ ഇന്ദ്രിയങ്ങളിൽ ചുറ്റുപാടും കാണുന്ന അവസ്ഥയ്ക്ക് സ്ഥാനം കൊടുത്താൽ ഒരിക്കലും ഇത് സാധ്യമല്ല. ഇപ്പം നമ്മൾ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗത്തായി പോകുമ്പോൾ അത് ശാപമെന്ന് പറയും. കാരണം അവിടെ വിവേകം വർക്ക് ചെയ്യുന്നില്ല, ആത്മബോധം പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ എപ്പോഴും മനസ്സിന്റെ ഈ ജീവിതം എന്ന് പറഞ്ഞാല് ഇതിൽ പറഞ്ഞ പരിപാടിയേ അല്ല. ജീവിതം എന്ന് പറഞ്ഞാൽ ഈ സാമൂഹിക വ്യവസ്ഥ ഒക്കെ കൂടിച്ചേരണം. ജീവിതം അങ്ങനെ ഒറ്റക്കൊന്നും നിൽക്കുന്നില്ല. ഒരാൾക്ക് എങ്ങനെ ഒരാൾക്ക് ഒറ്റക്ക് ജീവിക്കാൻ പറ്റും? അയാൾക്ക് എല്ലാ സാഹചര്യങ്ങളൊക്കെ ഒത്തിണങ്ങി വരണം. അല്ലാതെ അയാൾക്ക് ഒറ്റക്കൊന്നും നിലനിൽക്കാൻ പറ്റില്ല. ഒരു വ്യക്തിക്ക് എങ്ങനെ ഒറ്റക്കട് നിന്നാലും ജീവിച്ച് മരിച്ചു പോകാൻ പറ്റും? ഇല്ല. അയാൾക്ക് ആ സാമൂഹിക ക്രമീകരണം കൃത്യമായിരിക്കണം. അയാളെ സമൂഹം അയാൾ അംഗീകരിക്കണം. ഒറ്റക്ക് ഈ ലോകത്ത് ഒന്നും നിലനിൽക്കുന്നില്ല. ഒറ്റക്കെന്ന് പറഞ്ഞ സംഭവം എങ്ങുമില്ല. എന്തെല്ലാം ചേർന്നാണോ ഒരു വ്യക്തിയാകാനുള്ള കാരണം, അത് എന്നും അങ്ങനെ തന്നെയാണ്. ആർക്കും ഇവിടെ ഒറ്റപ്പെട്ട് നിൽക്കാൻ പറ്റുന്നില്ല, പറ്റത്തുമില്ല. അങ്ങനെയുള്ളൊരു സംഭവം ഒരിക്കലുമില്ല. ഒരു വ്യക്തിയോ ഏത് ജീവനോ ഇവിടെ എന്ത് ചലിക്കണമെന്നുണ്ടെങ്കിലും ചലിക്കാനുള്ള കാരണങ്ങളെല്ലാം സർവ്വതുമായിട്ട് ചേർന്ന് ലയിച്ചു നിന്നാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒറ്റപ്പെട്ട ഒരു സംഭവങ്ങളുമില്ല, സംഭവിക്കാനുള്ള ഒരു കാരണവുമില്ല. എല്ലാം പരസ്പരം ബന്ധിച്ചിരിക്കുന്നതാണ്. അതിൻ്റെ തുടർച്ചയിൽ മാത്രമാണ് സംഭവങ്ങളെല്ലാം സംഭവിക്കുന്നത്. അതിൻ്റെ ആകസ്മികമായിട്ട് ഒരാൾ മാത്രമായിട്ട് ഇങ്ങോട്ട് വരുന്നുമില്ല. അങ്ങനെ ഒരു കാര്യങ്ങൾ ഒരിക്കലും സംഭവിക്കാനും പോകുന്നില്ല. പെട്ടെന്നൊരു അപകടം ഉണ്ടാകുന്നില്ല. അപകടത്തിന് കാരണമായിട്ടുള്ള വ്യവസ്ഥ അവിടെ കൃത്യമായിട്ട് നിപ്പുണ്ട്. അതിൽ ചെന്ന് വീഴുന്നവരാണ് അപകടത്തിൽപ്പെടുന്നത്. അവനവൻ്റെ സവിശേഷതയുമായിട്ട് ബന്ധമില്ലാത്തവർ. അപകടത്തിൽ വീഴാന്നുള്ള സെക്കൻഡറി. ആദ്യം നിലനിൽക്കുക എന്നുള്ളതാണ്. ആദ്യം അപകടത്തിൽ വീഴുക എന്നുള്ളത് സെക്കൻഡറി. ആദ്യം സെബാസ്റ്റ്യേറ്റൻ നിലനിൽക്കുന്ന ഒരു സിസ്റ്റം, അല്ലെങ്കിൽ ലാൽ എന്ന് പറഞ്ഞ വ്യക്തി നിലനിൽക്കുന്ന ഒരു സിസ്റ്റം. ആ സിസ്റ്റം അവിടെ രൂപപ്പെടുന്നത് എങ്ങനെയാന്നുള്ളതാണ്. ആരും അപകടപ്പെടാതിരിക്കുക. അത് രൂപപ്പെടുന്നില്ല, അതിനോട് രൂപമുണ്ട്, അത് കൃത്യമായിട്ടുണ്ട്. അത് രൂപപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. അതുമായിട്ടുള്ള ബന്ധം നമ്മൾ വിടാണ്ടിരുന്നാൽ മതി. അതൊരിക്കലും രൂപപ്പെടുന്നതല്ല, അതവിടെ കൃത്യമായിട്ട് അവിടെ ഉള്ളതാണ്. അത് ഉണ്ടാക്കിക്കൊണ്ടുവരികയല്ല, അതാണ് നമ്മളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ അതിൻ്റെ അനുഭവത്തിൽ നിൽക്കുന്നിടത്താണ് നമുക്ക് വിവേകവും ശക്തിയും ഉണ്ടാകുന്നത്. അവിടെ മാത്രമേ ബോധം പ്രവർത്തിക്കുന്നുള്ളൂ. അതാ പറഞ്ഞത്, ഓരോരുത്തരും ഇൻഡിവിജ്വലി അവരുടെ ബോധത്തിനനുസരിച്ച് പ്രവർത്തിക്കുകയാണ്. അങ്ങനത്തെ ഒരു സൊസൈറ്റിയെ ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിനായിട്ട് ടീമിന് ഉണ്ടാക്കുകയാണ്. അത് കേരളത്തിൽ ഷാഫി പറമ്പിൽ പോവും,
നരേന്ദ്രമോദിയുടെ ഒരു ബോധമണ്ഡലം സൃഷ്ടിക്കുകയാണ്. അപ്പോൾ സുരേഷ് ഗോപി പോവും. ഓരോരുത്തരും അവരുടെ ഇൻഡിവിജ്വലിനനുസരിച്ച് ഓരോ വ്യക്തികളും, അത് ശങ്കരേട്ടൻ ആയിക്കോട്ടെ, ലാലായിക്കോട്ടെ, അല്ല ശങ്കരേട്ടൻ്റെ ലാലിനോട് എത്ര തന്നെ തലൂടിയാലും ശങ്കരേട്ടൻ്റെ സൊസൈറ്റി രൂപീകരിക്കേണ്ടി വരും. അതിന് നിലനിൽപ്പുണ്ടാവില്ല. ഇവിടെ ഇൻഡിവിജ്വലി ഓരോരുത്തരും ഓരോ ലോകം ക്രിയേറ്റ് ചെയ്യാണ്. അതിങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിൽ ആളെ കൂട്ടിക്കൊണ്ടേയിരിക്കും.